നമ്മുടെ പലരുടെയും പ്രശ്നമാണ് ഹെയർ ലോസ്. ഇപ്പോൾ സിവിയറായിട്ട് ഹെയർ ലോസ് ഉണ്ട്, പക്ഷെ നമ്മൾ എത്ര എണ്ണ വെച്ചു അല്ലെങ്കിൽ എത്ര കെയർ ചെയ്തിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്താണ് ഇതിൻ്റെ ആക്ച്വൽ പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹീമോഗ്ലോബിൻ കുറവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹെയർ ലോസ് ആകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിലെ ഫെറിറ്റിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെയാണ് തൈറോയിഡ് ലെവൽ പ്രോപ്പർ ആണോ എന്ന് അനലൈസ് ചെയ്യുക. പ്രത്യേകിച്ച് TSHൻ്റെ ഒക്കെ വാല്യൂ നോർമൽ ആണെന്ന് ഉറപ്പുവരുത്തുക. അതൊക്കെ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹെയർ ലോസ് ആകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി അടുത്തതാണ്, നമുക്കറിയാം ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പ്രത്യേകിച്ച് PCOD ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഹെയർ ലോസ് വരാൻ ചാൻസസ് ഉണ്ട്. ഇനിയിപ്പോൾ മെയിൽസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽസ് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകളൊക്കെ സ്വന്തമായിട്ടൊക്കെ ഡയറ്റൊക്കെ നോക്കുമ്പോൾ ചില ഡെഫിഷ്യൻസീസ് ഒക്കെ നമുക്ക് ഫുഡിൽ കൂടെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം പ്രത്യേകിച്ച് വൈറ്റമിൻ B12 വൈറ്റമിൻ ഡിയുടെ അളവ് പ്രോപ്പറാണ്, അത് കറക്റ്റ് വാല്യൂലാണ് നിൽക്കുന്നതെന്ന് ഉറപ്പാക്കുക. അല്ലെങ്കിൽ ഒരു സപ്ലിമെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്ര കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. അഥവാ ഇതിനൊക്കെ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഡയറ്ററി മാനേജ്മെൻറ്റുകളും ട്രീറ്റ്മെൻറ്റും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.